ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് 48. നമ്മളിന്ന് 10ാമത്തെ അധ്യായത്തിൽ 21 മുതൽ 28 വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത്. ഇതിൽ പല ദേവതകളാണ്, അതുകൊണ്ട് ഓരോ മന്ത്രത്തിലേക്ക് കിടക്കാം. 21 ദേവത എന്ന് പറഞ്ഞാൽ രാജാവിനെ പറ്റിയാണ്. ഇന്ദ്രൻ്റെ വജ്രായുധമായ രാജാവിനെ മിത്രനും വരുണനും നയിക്കട്ടെ. ഇന്ദ്രൻ്റെ വജ്രായുധത്തിന് സമാനമായ രാജാവാണ് ഒരു രാജ്യത്തിൻ്റെ എല്ലാ യജ്ഞങ്ങളെയും മുന്നോട്ടേക്ക് നയിക്കുന്നത്. ആ യജ്ഞങ്ങളെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ. അപ്പം ഇന്ദ്രൻ്റെ ആ ശക്തി എന്ന് പറയുന്നത് വജ്രമാണ്, അത് രാജാവാണ്. രാജാവ് സ്ട്രോങ് ആണെങ്കിൽ ഇന്ദ്രനും അവിടെ സ്ട്രോങ് ആയിരിക്കും. അവിടെ യജ്ഞങ്ങൾ ഭംഗിയായിട്ട് നടക്കും. അതിലൂടെ അവൻ തേജസ്സുള്ളവനും ഭംഗിയുള്ളവനും മാറും. അതോടുകൂടി അവനും രാജാവും നല്ല തേജസ്സുള്ളവനായിത്തീരും. അവിടെ കാര്യങ്ങളെല്ലാം, എല്ലാ യജ്ഞങ്ങളും, അവിടെ നടക്കേണ്ട എല്ലാവരുടെയും കർമ്മങ്ങളും ഭംഗിയായി നടക്കുമ്പോൾ രാജാവും നല്ല തേജസ്സും സൗഭ്യമുള്ളവനെല്ലായിട്ട് മാറും. അതിലൂടെ ജനങ്ങളുടെ വിഷമതകൾ നീങ്ങിപ്പോകട്ടെ. രാജാവ് സ്ട്രോങ് ആണെങ്കിൽ ജനങ്ങളുടെ വിഷമതകളും അതിനനുസരിച്ച് നീങ്ങിപ്പോകും. ജനങ്ങൾക്ക് അന്നം ലഭിക്കട്ടെ. ജനങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എത്തിക്കാനുള്ള, അത് ഉൽപ്പാദിപ്പിക്കാനും എത്തിക്കാനുമുള്ള കഴിവ് രാജാവിനുണ്ടെങ്കിൽ, രാജാവ് നല്ലതാണെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അന്നങ്ങളും എല്ലാം വേണ്ട സാധനങ്ങളെല്ലാം ലഭിക്കും. അങ്ങനെ രാജാവ് വിജയം നേടട്ടെ. മറ്റുള്ള രാജ്യങ്ങളുടെ നിന്നും ശത്രുതയെല്ലാം ഉണ്ടാകും. രാജ്യമാകുമ്പോൾ മറ്റുള്ള രാജ്യങ്ങൾ എതിർക്കാനെല്ലാം വരും. അപ്പം അതിൽ രാജാവ് വിജയം നേടട്ടെ എന്ന് പറഞ്ഞാൽ ശത്രുക്കളിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള സംവിധാനങ്ങൾ, ഡിഫൻസ്, അതെല്ലാം അക്കാര്യത്തിൽ രാജാവ് ശക്തിമാനാകണം. ഞങ്ങൾക്ക് സന്തോഷവും അനുഗ്രഹവും ലഭിക്കട്ടെ. അങ്ങനെ ഒരു രാജാവ് ഭരണത്തിലുണ്ടെങ്കിൽ ജനങ്ങൾക്ക് സന്തോഷമായിരിക്കും, അനുഗ്രഹങ്ങൾ ലഭിക്കും. നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ ശക്തമാകട്ടെ. അപ്പോൾ നമ്മൾ വളരെ ആക്റ്റീവായിരിക്കും. രാജാവ് ആക്റ്റീവാണെങ്കിൽ നമ്മളും ആക്റ്റീവായിരിക്കും, നമ്മളെ കർമ്മേന്ദ്രിയങ്ങളെല്ലാം ആക്റ്റീവായിരിക്കും, നമ്മൾ കർമ്മങ്ങൾ ഇൻവോൾവ് ആവും, രാജ്യം നല്ലവണ്ണം പുരോഗമിക്കും. ഇനി 22. ശക്തരായ ശത്രുക്കൾ ഇന്ദ്രൻ്റെ മുമ്പിൽ കീഴടങ്ങട്ടെ. ഇന്ദ്രനാണ് നമ്മളെല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോഴും അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ. ഇന്ദ്രനാണ് എന്ത് കർമ്മം ചെയ്യുമ്പോഴും നമ്മളെ അതിനെ ഏകോപിപ്പിക്കുന്ന അദൃശ്യമായ ആ ശക്തി. ആ ശക്തി എല്ലാ പ്രതിബന്ധങ്ങളെയാണ് ശത്രു എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് യജ്ഞം ചെയ്യുമ്പോഴും അതിൻ്റെ പ്രതിബന്ധങ്ങളെയെല്ലാം തട്ടിമാറ്റാനുള്ള കഴിവ് ഇന്ദ്രനുണ്ടാകട്ടെ. ഞങ്ങൾ ഒരിക്കലും അധർമ്മത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കാതിരിക്കട്ടെ. നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം എന്തായിരിക്കണം? ധർമ്മത്തിൻ്റെ പാതയിലായിരിക്കണം. എല്ലാ ജനങ്ങളും യജ്ഞം ചെയ്യുന്നത് ധർമ്മത്തിൻ്റെ പാതയിലാണ്. ചിലപ്പോൾ തെറ്റിലേക്കെല്ലാം വരും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഞങ്ങൾ ഒരിക്കലും അധർമ്മത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കാതിരിക്കട്ടെ, എങ്കിലേ രാജ്യം മുന്നോട്ടേക്ക് പോവുകയുള്ളൂ. നീ വജ്രായുധത്വമായി രഥത്തിലേറി അശ്വത്തിൻ്റെ കടിഞ്ഞാൻ ഏറ്റെടുക്കുക. ഇന്ദ്രന് ഉള്ള ആയുധമാണ് വജ്രായുധം. എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റാനുള്ള അതിൻ്റെ പ്രതീകമായിട്ടാണ് വജ്രായുധം എന്ന് പറയുന്നത്. വജ്രം ഹാർഡാണ്, എല്ലാത്തിനെയും കട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇന്ദ്രൻ വജ്രായുധവുമായി എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിയിട്ടാനുള്ള ശക്തിയോടുകൂടി രഥത്തിലേറിയിട്ട് അശ്വത്തിൻ്റെ കടിഞ്ഞാൻ പിടിക്കട്ടെ. അശ്വം എന്ന് പറഞ്ഞാൽ ബലം. എന്ത് യജ്ഞം ചെയ്യുമ്പോഴും ബലത്തോടു കൂടിയാണ്. കാരണം ഇപ്പോൾ ഒരു കല്ല് പൊട്ടിക്കുകയാണെങ്കിൽ അവിടെ ബലമാണ് പ്രയോഗിക്കുന്നത്. എല്ലായിടത്തും ബലം തന്നെയാണ് പ്രയോഗിക്കുന്നത്. ആ ശത്രുവിനെതിരായിട്ട് ബലം പ്രയോഗിച്ചിട്ടാണ് നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ അതിനെ പുതിയൊരു വസ്തുവിലേക്ക് മാറ്റുന്നത്. ഇനി 23. ഗൃഹനാഥനായ അഗ്നിക്കായി ഞാൻ ഹവിസ്സർപ്പിക്കുന്നു. ഗൃഹത്തിൻ്റെ നാഥനാരാണ്? യഥാർത്ഥത്തിൽ അഗ്നിയാണ്. നമ്മളെല്ലാ യജ്ഞങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ അഗ്നി, ഊർജമുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എഴുന്നേൽക്കണ്ടിക്ക് പോലും ഊർജം വേണം. ഒരു ഗ്രഹത്തിലുള്ള എല്ലാ കാര്യങ്ങളും നടപ്പാക്കുന്നതിന് ഊർജം ആവശ്യമാണ്. നമുക്കും ശക്തി കിട്ടണമെങ്കിൽ ശക്തിക്ക് ഊർജം തന്നെയാണ് പറയുന്നത്. നമുക്കെന്തെങ്കിലും കർമ്മം ചെയ്യണമെങ്കിൽ ഊർജം വേണം.
അപ്പം ഗൃഹത്തിൻ്റെ നാഥനായിരിക്കും ഊർജം, അല്ലെങ്കിൽ വേദത്തിൽ അതിന് പൊതുവായിട്ട് അഗ്നി എന്ന് പറയും. വനസ്പതിക്കായി ഞാൻ ചന്ദ്രന് സ്തുതി അർപ്പിക്കുന്നു. വനസ്പതികൾ, ഇവിടെ കിട്ടുന്ന എല്ലാ വസ്തുക്കളുടെയും ആധിപത്യം ചന്ദ്രനാണ്. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും ചെടികളുടെ എല്ലാം കാരകത്വം കൊടുത്തിരിക്കുന്നത് ചന്ദ്രനാണ്. അതുകൊണ്ട് വനസ്പതികൾക്കായി ഞാൻ ചന്ദ്രനെ സ്തുതിക്കുന്നു. ചന്ദ്രൻ നമുക്ക് എല്ലാ പ്രകൃതി വിഭവങ്ങളും നൽകട്ടെ. മരുദ്ഗണങ്ങൾക്കായും ഞാനിത് അർപ്പിക്കുന്നു. മരുദ്ഗണങ്ങൾ എന്ന് പറഞ്ഞാൽ മഴ പെയ്യ്ക്കുന്നതിന് പ്രപഞ്ചം എന്ന് പറയുന്നത് 49 മരുത്തുക്കൾ കൂടിയതാണ്. ആ മരുത്തുക്കൾ ഇങ്ങനെ ചലിക്കുകയാണ്. ആ ചലനമനുസരിച്ചാണ് കാലാകാലങ്ങളിൽ നല്ല ശക്തിയായ മഴയെല്ലാം കിട്ടുന്നത്. കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി വിശേഷമാണ് മരുത്തുക്കൾ. അവയുടെ ചലനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് മരുത്തുക്കൾക്കും നമ്മൾ സ്തുതി അർപ്പിക്കുന്നു. ഇന്ദ്രനായും സ്തുതി അർപ്പിക്കുന്നു. ഈ ഭൂമി മാതാവ് എന്നെ കൊല്ലരുത്. ഭൂമി ഒരിക്കൽ എന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞാൽ ഭൂമി നമുക്ക് ദോഷമായി തീരരുത്. ഭൂമി നമുക്ക് അനുകൂലമാണെങ്കിൽ, മണ്ണ് നല്ല മണ്ണാണെങ്കിൽ നമുക്ക് കൃഷി ചെയ്താൽ പെട്ടെന്ന് കൃഷി ഉണ്ടാകും. ഭൂമി കൊള്ളില്ലെങ്കിൽ എന്ത് കൃഷി ചെയ്താലും ചിലപ്പം ഫലം കിട്ടിയില്ല എന്ന് വരും. അപ്പം ഭൂമി മാതാവ് എന്ത് ചെയ്യരുത്? നമ്മെ കൊല്ലരുത്. അതേസമയം ഭൂമിയിലെ പല പ്രകൃതിക്ഷോഭങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പം ഭൂമി മാതാവ്, അവിടെ ഭൂമി നമ്മളെ കൊല്ലരുത് എന്നുള്ളതിനല്ല പ്രാധാന്യം. ഭൂമി നമുക്ക് അനുകൂലമായി തീരണം. അതേസമയം ഞാൻ അവിടത്തെയും കൊല്ലില്ല. നമ്മൾ ഭൂമിയെ, പ്രകൃതിയെ നശിപ്പിക്കരുത്. ഭൂമിയെ കൊല്ലരുത് എന്ന് പറഞ്ഞാൽ നമ്മളും ഭൂമിയെ കൊല്ലില്ല. നമ്മളും ഭൂമിയെ പ്രകൃതി സംരക്ഷണം ചെയ്തു വേണം നമ്മൾ യജ്ഞങ്ങൾ നടത്താൻ. ഇനി 24. സൂര്യനാണ് പരിശുദ്ധിയോടെ കഴിഞ്ഞുകൂടുന്ന ഹംസനായകൻ. ഹംസം എന്ന് പറഞ്ഞാൽ ശ്വാസത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ശ്വാസത്തിൻ്റെ നായകൻ സൂര്യനാണ്. സൂര്യനാണ് നമുക്ക് ജന്മം നൽകുന്നത്. സൂര്യൻ്റെ ചലനമനുസരിച്ചാണ് നമ്മൾ ആയുസ്സെല്ലാം നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നത്. ഭൂമി സൂര്യനെ ചുറ്റും ഒരിക്കൽ ചുറ്റുമ്പോൾ നമ്മൾ ഒരു ആയുസ് കൂടും. 2 പ്രാവശ്യം ചുറ്റുമ്പോൾ രണ്ടാമത്തെ ആയുസ് 2 വർഷം കൂടും. 3 വട്ടം ചുറ്റുമ്പോൾ 3 വർഷം കൂടും. അപ്പം മരിക്കുന്നത് വരെ മുന്നോട്ടേക്ക് നയിക്കുന്നത് സൂര്യനാണ്. സൂര്യനാണ് നമുക്ക് ശ്വാസം നൽകിയിരിക്കുന്നത്. അന്തരീക്ഷത്തിൻ്റെ മധ്യത്തിലായി വായു സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ അന്തരീക്ഷത്തിൻ്റെ മധ്യത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വായുവും വെച്ചിട്ടുണ്ട് ഇഷ്ടംമാതിരി നമുക്ക് ശ്വസിക്കാൻ. ഇവിടെ വായു ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല. ചന്ദ്രനിൽ വായു ഇല്ലെങ്കിൽ നമുക്ക് അവിടെ പോയി താമസിക്കാൻ പറ്റില്ല. കൃത്രിമ വായു ഉണ്ടാക്കണം. അപ്പോൾ അന്തരീക്ഷത്തിൻ്റെ വായുവിലായിട്ട് അത് മധ്യത്തിലായി എന്തും ചെയ്ത് വെച്ചിട്ടുണ്ട്? വായു സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ശ്വസിക്കാനായിട്ട്. നമുക്ക് ജീവൻ നൽകിയത് സൂര്യൻ വായുവിനെ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുമുണ്ട്. യജ്ഞവേദികളിൽ ഋത്തുക്കുകൾ സ്ഥിതി ചെയ്യുന്നു. നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ യജ്ഞം നടത്താനുള്ള ഋത്തുക്കുകളും അവിടെയുണ്ട്. യജ്ഞം ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ആയിരിക്കില്ലല്ലോ ചെയ്യുക. ആരെങ്കിലും ഒരാൾ നേതൃത്വം എടുക്കാനല്ല വേണം. ശാസ്ത്രം അറിയുന്ന, സയൻസ് അറിയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ യജ്ഞം ചെയ്യാൻ ഋത്തുക്കുകളുമുണ്ട്. അതിഥികളെ ഗൃഹത്തിൽ സ്വീകരിക്കുന്നു. അതിഥികൾ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം തന്നെ നമ്മളെ ഗൃഹത്തിൽ വരുന്നവരാണ്. നമ്മൾ ഈ യജ്ഞം ചെയ്യുമ്പോൾ ഇന്ദ്രൻ കയറി വരും, വായു കയറി വരും, അഗ്നി കയറി വരും. ഇതെല്ലാം അതിഥികളാണ്. അതിഥികളെ ഗൃഹത്തിൽ സ്വീകരിക്കുന്നു. ഈശ്വരൻ, ധർമ്മം, ആകാശം, മനുഷ്യർ എന്നിവയെ സ്ഥിതി ചെയ്യുന്നു. ഈശ്വരൻ എവിടെ തന്നെയാണുള്ളത്? ആകാശത്തിലുള്ളതും ഈശ്വരനാണ്, ധർമ്മത്തിലുള്ളതും ഈശ്വരനാണ്, മനുഷ്യരിലും ഈശ്വരൻ തന്നെയാണ് ഇരിക്കുന്നത്. ഈശ്വരൻ തന്നെയാണ് നമ്മുടെ ശരീരവുമായത്. ഈശ്വരൻ തന്നെയാണ് നമ്മളെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മളെ നിയന്ത്രിക്കുന്നത്. അപ്പം ഈശ്വരൻ, ധർമ്മം, ആകാശം. ധർമ്മപ്രവർത്തികളിൽ ഈശ്വരനുണ്ട്. അധർമ്മമാണെങ്കിൽ ഈശ്വരൻ ഉണ്ടാവില്ല. അപ്പം ധർമ്മം, ആകാശം, മനുഷ്യർ എന്നിവയിൽ ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നു. ഈശ്വരൻ തന്നെയാണ് ജലത്തിൻ്റെ നായകനും, ഈശ്വരൻ തന്നെയാണ് ഭൂമിയുടെ നായകനും, ഈശ്വരൻ തന്നെയാണ് സത്യത്തിൻ്റെ നായകനും, ഋതുക്കളുടെ നായകനും. എല്ലാറ്റിൻ്റെയും നായകൻ ഈശ്വരനാണ്. അത് 24 പറയുന്നു. ഇനി 25.
സൂര്യൻ മഹിമയുള്ളവനും ദീർഘായുസ്സുള്ളവനുമാണ്. സൂര്യനാണ് മഹിമയുള്ളത്. സൂര്യനുള്ളത് കൊണ്ടാണ് നമുക്ക് ജീവിതമെല്ലാം കിട്ടിയത് തന്നെ. അപ്പം അതും സൂര്യൻ്റെ മഹിമയാലാണ്. അവൻ ദീർഘായുസ്സാണ്. സൂര്യന് എത്രയോ ആയുസ്സുണ്ട്. പ്രപഞ്ചം നശിക്കുമ്പോഴേ സൂര്യനും നശിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ സൂര്യൻ എനിക്കും ദീർഘായുസ് നൽകട്ടെ. നമ്മുടെ ആയുസ് എല്ലാം സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട്, ഇതെല്ലാം ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സൂര്യനും എനിക്ക് ദീർഘായുസ് നൽകട്ടെ. ഉണ്ടാക്കുന്നവനും കാമിതാവുമാണ് നീ. മനുഷ്യർ തമ്മിൽ ഐക്യമുണ്ടാക്കുന്നതും കാമമുണ്ടാക്കുന്നതും എല്ലാം സൂര്യനാണ്. നമ്മുടെ വിചാരങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്നതിൽ സൂര്യന് വലിയ പങ്കുണ്ട്. അത് നമ്മുടെ നാഡികളിലൂടെ നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്. അതെല്ലാം പിന്നീട് കാണാം. നീ എൻ്റെ ആഗ്രഹം സാധിപ്പിക്കുക. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ഈശ്വരനാണ്. നമ്മൾ കർമ്മം ചെയ്യുന്നു. കർമ്മത്തിൻ്റെ ഫലമൊന്നും നമ്മളിലല്ല നിൽക്കുന്നത്. അത് ആ ശക്തിയാണ് തീരുമാനിക്കുന്നത്. നീ എനിക്ക് വീര്യം നൽകുക. നമ്മുടെ വീര്യം എല്ലാം സൂര്യനിൽ. ഇപ്പം നമ്മുടെ ജാതകത്തിൽ സൂര്യൻ നല്ല സ്ഥലത്താണെങ്കിൽ നമ്മുടെ ആത്മാവിന് ശക്തി ഉണ്ടാവും, നമുക്കും ശക്തി ഉണ്ടാവും. ഞാൻ എൻ്റെ വീര്യവാനായ ഇന്ദ്രൻ്റെ കൈകളിൽ എന്നെ ഏൽപ്പിക്കുന്നു. ഇന്ദ്രനാണ് നമ്മുടെ എല്ലാ യജ്ഞങ്ങളെയും, നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോൾ ആ യജ്ഞങ്ങളെ പൂർത്തീകരിക്കുന്ന ശക്തിവിശേഷമാണ് ഇന്ദ്രൻ. അതുകൊണ്ട് നമ്മൾ ഇന്ദ്രൻ്റെ കൈകളിലാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ചോറുണ്ടാക്കുമ്പോൾ അരിയും വെള്ളവും മാത്രമേ പാത്രത്തിലിട്ട് കൊടുക്കുകയും ചെയ്യുന്നുള്ളൂ, അടിയിൽ കത്തിക്കുകയും ചെയ്യും. ആ അരിയെ അതിൻ്റെ അകത്തൊരു രാസപ്രവർത്തനം നടത്തിയിട്ട് അതിൽ ഘടനയിലെല്ലാം മാറ്റം വരുത്തിയിട്ട് പദമുള്ള ചോറാക്കുന്നത് ഇന്ദ്രനാണ്. ആ ഒരു ശക്തിവിശേഷത്തെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളെ എല്ലാ യജ്ഞങ്ങളും നടത്തുന്ന ഇന്ദ്രനായതുകൊണ്ട് ഞാൻ ഇന്ദ്രൻ്റെ കൈകളിൽ എന്നെ ഏൽപ്പിക്കുന്നു. ഇനി 26. രാജപത്നിയിലൂടെ ആഹ്ലാദവും സന്തോഷവും പ്രദാനം ചെയ്യുന്നു. രാജാവിനെ പറ്റി നേരത്തെ പറഞ്ഞു. രാജാവിൻ്റെ പത്നിയും രണ്ടും കൂടിയാലേ രാജാവിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്നീൻ്റെ ആ കുടുംബ ബന്ധത്തെ തന്നെ ആശ്രയിച്ച് നിൽക്കുന്നുണ്ട്. പത്നിയും സഹകരിക്കുന്നുണ്ടെങ്കിൽ രാജ്യം നല്ലോണം പോലും. ഇവർ തമ്മിൽ ചർച്ചയില്ലെങ്കിലോ അത് രാജ്യത്തെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് രാജപത്നിയിലും ആഹ്ലാദവും സന്തോഷവും പ്രദാനം ചെയ്യുന്നു. രാജപത്നിയും സഹകരിച്ച് നിൽക്കുകയാണെങ്കിൽ രാജാവും അതിനനുസരിച്ച് ആക്റ്റീവായിരിക്കും. അതിൻ്റെ ഫലം ജനങ്ങൾക്ക് കിട്ടും. നിന്നോട് ചേർന്നിരിക്കുമ്പോൾ ഇതുണ്ടാകുമെന്നത് വസ്തുതയാണ്. നിന്നോട് ചേർന്നിരിക്കുമ്പോൾ, അപ്പം രാജാവും രാജ്ഞിയും വളരെ ഐക്യത്തിലാണെങ്കിൽ, ആ ബന്ധം നല്ലതാണെങ്കിൽ കീഴോട്ടും അത് പ്രകടമാകും. നീ രാജ്യത്വത്തിൻ്റെ കേന്ദ്രമാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് പത്നിയിലൂടെയാണ്. രാജാവ് മാത്രം ഉണ്ടായപ്പോൾ രാജാവിൻ്റെ പത്നിയാണ് കേന്ദ്രം. സുഖവും സന്തോഷവും ഏകുന്ന ഈ സിംഹാസനത്തിൽ നീ ഇരുന്നാൽ, അപ്പം അങ്ങനെയുള്ള സിംഹാസനത്തിൽ രണ്ടുപേരും, രാജാവും പത്നിയും സിംഹാസനത്തിൽ ആരൂഢരായ നിന്നിൽ രാജ്യത്വത്തിൻ്റെ സത്ത ദർശിക്കാം. ഒരു രാജ്യത്തിൻ്റെ സത്ത എന്നത് ആ രാജ്ഞിയിലും കൂടി ദർശിക്കുമെന്ന് പറയുകയാണ്. രാജ്ഞിയും കൂടി അത്രയും നല്ലതാണെങ്കിൽ മാത്രമേ രാജ്യത്തിൻ്റെ സത്ത. ധൃതരാഷ്ട്രർക്ക് കണ്ണ് കാണില്ല. പത്നിയും കണ്ണ് കെട്ടിയത് കൊണ്ടാണ് ആ അവസ്ഥയിലായത്. നേരെ മറിച്ച് പത്നിക്ക് കണ്ണുണ്ടായിരുന്നുവെങ്കിൽ കുറേയെല്ലാം രാജാവിനെ ശരിയാക്കാമായിരുന്നു. അപ്പം അതിനെല്ലാം അർത്ഥമുണ്ട്. ഇനി 27. വ്രതപാലകനായ വരുണൻ നമ്മുടെ സർക്കർമ്മത്തിലൂടെ നയിക്കുന്നു. വരുണൻ എന്ന് പറയുമ്പോൾ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന ഭ്രമണപഥമാണ്. ആ ഭ്രമണപഥമാണ് ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഗ്രഹങ്ങൾ ഓർബിറ്റിലൂടെയാണ് ചലിക്കുന്നത്. പ്രത്യേക സ്ഥാനങ്ങളിൽ വരുമ്പോഴാണ് നമ്മൾ ഓരോ കർമ്മങ്ങളിൽ ഇൻവോൾവ് ആകുന്നത്. അതിൻ്റെ ഫലമെല്ലാം അതിനെ ആശ്രയിച്ചിരിക്കുന്നു. ജ്യോതിഷത്തിൻ്റെ പിന്നിലുള്ള തത്വമാണ്. വ്രതപാലകനായ വരുണൻ നമ്മെ സർക്കർമ്മത്തിലൂടെ നയിക്കുന്നു. നമ്മളെ കർമ്മം, ഓരോ ഗ്രഹങ്ങൾ ഓരോ സമയത്തേക്ക് വരുമ്പോൾ ഗ്രഹങ്ങളാണ് നമ്മളെ യജ്ഞങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത്.
സാമ്രാജ്യം ലഭിക്കുവാൻ ഈ രാജാവ് നിന്നെ സമീപിക്കുന്നു. ഒരു രാജാവായി തീരുന്നത് ഈ ഗ്രഹങ്ങളുടെ അനുകൂലം. ഓരോ കാലമാണ് രാജാവിനെ പ്രതിഷ്ഠിക്കുന്നത്. ഓരോ കാലത്തോ രാജാക്കന്മാർ ഉദയം ചെയ്യുന്നതിൻ്റെ പിന്നിൽ കാലത്തിന് വലിയ പങ്കുണ്ട്, ഗ്രഹങ്ങളുടെ ചലനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഒരു രാജാവിനെ ആ സീറ്റിൽ കയറ്റി ഇരുത്തുന്നതും ശരിയല്ലെങ്കിൽ ഇറക്കുന്നതുമെല്ലാം കാലമാണ്. അതായത് വരുണനാണ്, ഓർബിറ്റുകളാണ്, ഓർബിറ്റിലെ ഗ്രഹങ്ങളാണ്. 28. ഈ യജമാനൻ എല്ലാറ്റിൻ്റെയും ചൈതന്യമാണ്. യജമാനൻ എന്ന് പറയുന്നത് ഏത് യജ്ഞം ചെയ്യുമ്പോൾ അതിനൊരു തലവനുണ്ടാവും. അതാണ് യജമാനൻ, എല്ലാറ്റിൻ്റെയും ചൈതന്യമാണ്. അപ്പം നല്ലൊരു യജമാനൻ, നയിക്കാൻ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളൊരു നല്ലൊരു ആളുണ്ടെങ്കിൽ അത് ചൈതന്യമാണ്. ഇതിൻ്റെ ചൈതന്യം കിടക്കുന്നത് അതിനെ നയിക്കുന്ന വ്യക്തിയിലാണ്. നിനക്കായി എല്ലാ ദിക്കുകളും ഐശ്വര്യം നിറക്കട്ടെ. എല്ലാ ദിക്കിൽ നിന്നും അദ്ദേഹത്തിന് ഐശ്വര്യം, സപ്പോർട്ട് കിട്ടണം. നയിക്കുന്ന ആൾക്ക് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും, എല്ലാ വശങ്ങളിൽ നിന്നും എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടുക. അതാണ് ഐശ്വര്യം നിറക്കട്ടെ എന്ന് പറയുന്നത്. എല്ലാ ദിക്കിൽ നിന്നും ഐശ്വര്യം നിറക്കട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാ ദിക്കിലുള്ളവരും, എല്ലാ വിഭാഗം ആൾക്കാരും ആ നേതാവിനെ സപ്പോർട്ടായിട്ട് നിൽക്കണം. എല്ലാവരും ഒരു ഗ്രൂപ്പിനൊരു തലവനുണ്ടാവുമല്ലോ. ആ തലവനുമായിട്ട് നല്ല പൊരുത്തമുണ്ടെങ്കിൽ ചൈതന്യം പത്തായിത്തീരും. ഇതുപോലെ ബ്രഹ്മാവ് മഹിമയുള്ളവനാണ്. എന്നൊരു ശക്തിയുണ്ട്, അവനൊരു മഹിമയുള്ളവനാണ്. സവിതാവാണ് പ്രേരിപ്പിക്കുന്നത്. അതുപോലെ ഏത് ഗ്രൂപ്പിനും ഓരോ കർമ്മങ്ങൾ ചെയ്യാൻ ഓരോ വിഭാഗങ്ങളുണ്ട്. നമ്മൾ ബ്രഹ്മാവിന് സൃഷ്ടി എന്നൊരു കാര്യമുണ്ട്, സവിതാവ് സൂര്യന് അതിനെയെല്ലാം ഏകോപിപ്പിക്കുക, സൃഷ്ടിക്ക് അനുസരിച്ച് ഏകോപിപ്പിക്കുക. പിന്നെയോ വരുണൻ സത്യപാലകനാണ്. വരുണനാണ് ആ സമയമായിട്ട് ബന്ധിപ്പിച്ചിട്ട് ഈ യജ്ഞങ്ങളെയെല്ലാം അതാത് സമയത്ത് പൂർത്തീകരിക്കുന്നത്. ഇന്ദ്രൻ വീര്യവാനാണ്. ഇന്ദ്രനാണ് ആ യജ്ഞങ്ങളെയെല്ലാം ഏകോപിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ദ്രൻ മേസ്ത്രിയാണ്, ബ്രഹ്മാവ് തലവനാണ്, സൃഷ്ടിക്കുന്നവനാണ്. വരുണനാണ് ടെക്നിക്കൽ വശമെല്ലാം നോക്കുന്നത്, ഒരു എഞ്ചിനീയർ എന്ന് വേണ്ടി പറയാം. പിന്നെ പ്രേരിപ്പിക്കുന്നതെല്ലാം സവിതാവാണ്. സൂര്യനാണ് എല്ലാത്തിനെയും പ്രേരിപ്പിക്കുന്നത്. ഇന്ദ്രനാണ് അതിനെയെല്ലാം കർമ്മങ്ങളെ ഏകോപിപ്പിക്കുന്നത്. രുദ്രൻ സമാധാനവും നന്മയെല്ലാം. രുദ്രൻ എന്ന ആറ്റങ്ങളെല്ലാം, വസ്തുക്കൾ, ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാമാണ്, യജ്ഞത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാമാണ് സമാധാനവും നന്മയെല്ലാം നൽകുന്നത്. ഇന്ദ്രൻ എന്ത് ചെയ്യും? ശത്രുക്കളെ നശിപ്പിക്കുന്നു. എല്ലാ പ്രതിബന്ധങ്ങളെയും തടസ്സങ്ങളെയും നീക്കിയിട്ട് അനുകൂലമായ സാഹചര്യത്തിൽ ലോകത്തെ നല്ല യജ്ഞത്തിലൂടെ മുന്നോട്ടേക്ക് നയിച്ചുകൊണ്ട് സുഭിക്ഷമായ ഒരു ലോകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം ഒത്തുകൂടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്.